ശക്തി മങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. അത് ഏലിയ അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നു. ഇതാ രോഗം വീണ്ടും മൂർച്ഛിച്ച് മരണാസന്നനായി ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തി കുട്ടി. ആ വിധവ പൊട്ടിക്കരയുന്നുണ്ട്. കാരണം വിധവ കണ്ണിലുണ്ടി പോലെ പരിചരിച്ച് വളർത്തുന്ന വിധവയുടെ പൊന്നോമന. ഈ കുഞ്ഞിന് വേണ്ടിയാണ് വിധവ ജീവിക്കുന്നത്. ആ മോനാണ് ഇതാ മരണാസന്നനായി കിടക്കുന്നത്. വിധവ പൊട്ടിക്കരയുന്നുണ്ട്. ഏലിയായോട് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടാകാം. ഏലിയ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ മാറുന്നില്ല. കാരണം പ്രാർത്ഥനയുടെ ഉണർവ് പോയി, പ്രാർത്ഥനയുടെ ജ്വലനം പോയി, പ്രാർത്ഥനയുടെ തീ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മകൻ മരിച്ചു. മരിച്ചപ്പോൾ വിധവയുടെ സ്വഭാവം മാറി. സകാല വർഷങ്ങൾ ഏലിയായുടെ നേരെ തുരുതുരാന്ന് ഉതിർത്ത്. ഹല്ലേലൂയ. സകാല വർഷങ്ങൾ കൊണ്ട് ഏലിയായ അവൾ പൊതിഞ്ഞ്. രാജാക്കന്മാർ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? എന്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എന്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നത്? നിയന്ത്രണം വരെ വിധവ പലതും പുലമ്പിയിരിക്കാം, പല സകാരങ്ങൾ ഉതിർത്താം. അതൊന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ഒറ്റ വാക്കുകൊണ്ട് നിർത്താൻ സാധ്യതയില്ല. പലതും പറഞ്ഞിരിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഏലിയായ്ക്ക് മറുപടിയില്ല. ഏലിയ ഈ ശകാര വർഷങ്ങളും ഈ പ്രതികൂലവും ഈ ബുദ്ധിമുട്ടും ഈ കണ്ണുനീരും ഈ സംഘർഷാവസ്ഥ എല്ലാം കണ്ട് എന്റെ നടുവിൽ അവൻ നെട്ടുവീർപ്പിട്ട് നിൽക്കുകയാണ്. ഒരു ക്ഷണം അവൻ ആത്മാവിന്റെ പ്രേരണ കിട്ടി. അവൻ ആ കുട്ടിയെടുത്ത് അവൻ മുകളിലത്തെ മുറിയിലേക്ക് പോയി. അവൻ വാതിലടച്ച് അവൻ പൊട്ടിക്കരഞ്ഞ് അവൻ കർത്താവിനോട് പറഞ്ഞു. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൽ അതിൽ 20-ാമത്തെ തിരുലിഖിതം, അവൻ ഉച്ചത്തിൽ കരഞ്ഞു, അവൻ ഉച്ചത്തിൽ നിലവിളിച്ച്, അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച്. എന്നാൽ തൊട്ടുമുമ്പുള്ള പ്രാർത്ഥന ഒന്നും അങ്ങനെ ആയിരിക്കില്ല. ഇത് ഹൃദയം മുറിഞ്ഞുള്ള പ്രാർത്ഥനയാണ്. ഇത് ചങ്ക് തകർന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് ആലസ്യൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്. അവൻ പൊട്ടിക്കരഞ്ഞു, ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ദൈവമായ കർത്താവേ, എനിക്ക് വസിക്കാൻ ഇടം തന്നവളാണ് ഈ വിധവ, എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? പൊട്ടിക്കരയാണ്. ഇപ്പൊ ആ സാമട്ടിലുള്ള പ്രാർത്ഥനയല്ല, ആ ചടങ്ങ് പ്രാർത്ഥനയല്ല, ഇത് ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണ്. അവിടെ ദൈവം ഇറങ്ങി വന്നു. ഏലിയ പൊട്ടിക്കരഞ്ഞ് വീണ്ടും ചോദിക്കുകയാണ്, എന്റെ ദൈവമായ കർത്താവേ, ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ, കർത്താവേ, ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. ഏലിയ നിലവിളിക്കുകയാണ്. ഏലിയയുടെ പ്രാർത്ഥന കേട്ട് ദൈവം ആ ബാലന്റെ ആ ശവശരീരത്തിലേക്ക് ആ ജീവൻ തിരിച്ചു വന്നു. അവൻ ജീവനുള്ളവനായി എഴുന്നേറ്റിരുന്ന് ആ ബാലനെ ജീവനോടെ വിധവയ്ക്ക് തിരിച്ചു കൊടുത്ത്. വിധവ അത്ഭുതം കൂറി, വിധവ ഞെട്ടി, വിധവ അത്ഭുതപ്പെട്ട് അവൾ വലിയ അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, പറയുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 17-ാം അധ്യായം 24-ാം വാക്യം. അവൾ പറഞ്ഞു, അങ്ങ് സത്യമായും ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും ദൈവത്തിന്റെ വചനമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ അവളുടെ അവിശ്വാസം മാറി, അവളുടെ തീഷ്ണത വർദ്ധിച്ചു, അവളുടെ ഹൃദയം കത്തിജ്വലിക്കാൻ തുടങ്ങി. അവളിൽ തീ ഇറങ്ങി. അവളിന്ന് തീയുള്ള ദൈവത്തിന്റെ പൈതലാണ്, അവളൊന്ന് ജ്വലിക്കുന്ന ദൈവത്തിന്റെ പൈതലാണ്. അവളുടെ മരവിപ്പ് മാറി, അവളുടെ മന്ദത മാറി. ഒപ്പം ഏലിയായുടെയും. ഏലിയ ആ സാമട്ടിലുള്ള ആ അവസ്ഥയൊക്കെ വിട്ടുമാറി. അവന്റെ ഹൃദയം കത്തി, അവൻ ജ്വലിക്കാൻ തുടങ്ങി, അവന്റെ ആവേശം ഉണർന്നു. അവൻ ദൈവത്തിന്റെ ശക്തി കൊണ്ട് 10 മടങ്ങായി നിറഞ്ഞ്. ഭൂമിയിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി മരിച്ചവർ ഉയർപ്പിച്ച സംഭവമായിരിക്കാം ഇത്. ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും മരിച്ചവർ ഉയർപ്പിക്കുന്നതായി നാം കാണുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലിയ അത്ഭുതം ചെയ്ത ഏലിയയുടെ മനസ്സിന്റെ സ്ഥിതി എന്താ? ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വലിയൊരു സംഭവം ഏലിയയുടെ ജീവിതത്തിൽ സംഭവിച്ച ദിവസം മണിക്കൂറുമായിരുന്നു അത്. ഏലിയയുടെ വിശ്വാസം ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ഇരട്ടിയായി വർദ്ധിച്ചു. അവന്റെ ഹൃദയം തീ കൊണ്ട് നിറഞ്ഞ് അവൻ ജ്വലിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് ബോധ്യപ്പെട്ട്, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട്, ദൈവത്തിന്റെ ബലത്തിൽ ബോധ്യപ്പെട്ട് അവന്റെ വിശ്വാസം ദൃഢതയും അവന്റെ ഹൃദയം ജ്വലിക്കുന്നതുമായി മാറി. ഇതാണ് ഒരു ദൈവ പൈതൽ ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 27:3. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം നശിച്ചു പോകും. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും എന്ന് പറഞ്ഞാൽ, ഒരു ദൈവ പൈതലിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഉന്നതമായ സ്വഭാവവിശേഷമാണ് ദൈവഭക്തിയുടെ ദൃഢത, തീഷ്ണത, ബലിഷ്ഠമായ ദൈവഭക്തി. അത് കത്തിജ്വലിക്കുന്നതായിരിക്കണം. ദൈവഭക്തി ഉണ്ടായ പോരാ, ബലമുള്ള ദൈവഭക്തി ഉണ്ടായ പോരാ, അടിസ്ഥാനമുള്ള ദൈവഭക്തി ഉണ്ടായ പോരാ. അത് സാമട്ടിൽ ഇങ്ങനെ ശാന്തമായി പോകുന്നതായിരിക്കരുത്. കത്തിജ്വലിക്കുന്ന ദൈവഭക്തി വേണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം ആവശ്യപ്പെടുന്നത്. റോമാലേഖനം 12-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുക. തീഷ്ണത വേണം, ജ്വലിക്കണം. മന്ദത, മരവിപ്പ് ഇതൊക്കെ വിട്ടുപോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് ഈ പതിവ് പ്രാർത്ഥന ചെയ്ത്
എന്നും പതിവ് ചടങ്ങുകൾ ചെയ്ത് ഒരുപാട് പേരുടെ ആത്മീയത മന്ദിച്ചിരിക്കുകയാണ്. അങ്ങനെ തഴമ്പിച്ച പ്രാർത്ഥനകളും ചതഞ്ഞ അനുഷ്ഠാനങ്ങളും ചെയ്ത് ഇന്ന് ഒരുപാട് പേര് ആത്മീയ മരവിപ്പിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, നീ ഇങ്ങനെ മരവിച്ചിരിക്കുന്നതല്ല ദൈവത്തിന്റെ ഹിതം. നീ ഇങ്ങനെ തളർന്നിരിക്കുന്നതല്ല ദൈവത്തിന്റെ ഹിതം. നീ ശക്തി പ്രാപിക്കണം. നീ കഴുകനെ പോലെ ചിറകടിച്ചു വരണമെന്ന് നിന്റെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവം നടത്തുന്ന ഒരു ദൈവ പൈതല ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ, ഇടവകളുടെ ജീവിതത്തിൽ, കൂട്ടായ്മ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഒരു വലിയ കണ്ണുനീര് ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു പ്രതികൂലം ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആത്മീയ തീഷ്ണത മങ്ങിപ്പോയെടുത്ത് വീണ്ടും തീ കത്തിക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതി കൂടി അല്ലേ അത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. അങ്ങയുടെ അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ കർത്താവേ. അപ്പോസ്തല പ്രവർത്തനത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ അവിടുന്ന് ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 17:27. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിൽ നിന്ന് അകലെയല്ല. ഓ കർത്താവെ, അവിടുന്ന് നയിക്കുന്ന വ്യക്തികൾ, അവിടുന്ന് നയിക്കുന്ന സഭാ സമൂഹങ്ങൾ, അവിടുന്ന് നയിക്കുന്ന കൂട്ടായ്മകൾ, അവിടുന്ന് നയിക്കുന്ന അങ്ങയുടെ പ്രിയന്മാരായ പ്രവാചകന്മാർ, അവരുടെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നത്, തകർച്ച ഉണ്ടാകുന്നത്, തടസ്സമുണ്ടാകുന്നത് വലിയ ഉണർവിന് വേണ്ടിയാണെന്ന്, അവരുടെ ആത്മീയ ഉണർവ് കത്തിജ്വലിക്കുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയുന്ന കർത്താവെ, കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. മകനെ, മകളെ, ഇന്ന് നീ കർത്താവിന്റെ നാമത്തെ വിളിക്കുക. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്ന് വിളിക്കുക. അവിടെ കർത്താവ് സൗഖ്യത്തിനായി നിന്റെ അരികിലുണ്ട്. നിന്റെ മന്ദിച്ച ഹൃദയത്തൊട്ട്, നിന്റെ മരവിച്ച മനസ്സിനെ തൊട്ട് ഇതാ കർത്താവ് ഉണർത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.